അനുശ്രീ ഇതുപോലെ കടുപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ 15-ാം തീയതിയിലെ വിധി എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. അല്ല അച്യുത, രാമവർമ്മ വക്കീൽ വിചാരിച്ച എന്ത് നടക്കുമെന്നല്ലേ നീ പറഞ്ഞത്? അല്ല, പേടിക്കാനൊന്നുമില്ല. അടുത്ത വാദത്തിൽ അനുശ്രീയെ കൊടുക്കാനുള്ള പോയിന്റുകൾ വക്കീൽ തയ്യാറാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവള് വാശിയില്ല. സാധാരണ പെൺകുട്ടികൾ കോടതിയിലെത്തിയ ഒന്ന് പേടിക്കും. ആ ഒരു പതർച്ച അവൾക്കില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ 15-ാം തീയതി അവള് കോടതിയിൽ എത്തരുത്. നീ എന്താ ഈ പറയുന്ന രാജശ്രീ? അമ്മയ്ക്ക് അനുശ്രീയോട് സ്നേഹവും വാത്സല്യവും ഒക്കെ ആയിരിക്കും. പക്ഷേ അലോകിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവളെ പിന്നെ ഞാൻ... നീ വിഷമിക്കാതെ, ആലോകിന് ഒന്നും സംഭവിക്കില്ല. അച്ചുവേട്ടാ, മിത്രയുടെ കാര്യത്തിൽ തീരുമാനം താമസിപ്പിക്കരുത്. മിത്രയെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ആര്യനെതിരെ പരാതി കൊടുപ്പിക്കണം. അനുശ്രീ അലോകിനെതിരെ കൊടുത്തതുപോലെ. അത് വേണ്ട മോളെ. മിത്ര അവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് ആര് പറഞ്ഞു? എങ്ങനെയെങ്കിലും അവിടുന്ന് ചാടാൻ കാത്തിരിക്കുക അവള്. അവളെ വിളിച്ചേ പറ്റൂ. അനന്തേട്ടൻ വിളിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യണം. ആര്യനെ വിട്ട് മിത്ര ഇവിടെ വരണം. ഉറപ്പാ, അവൻ മിനിമം 7 വർഷമെങ്കിലും അകത്താ. എന്തൊക്കെ വകുപ്പുകൾ ചേർക്കാവോ അതൊക്കെ ചേർത്തിട്ടുണ്ട്. പറയാറുണ്ടല്ലോ, ഈ മതിലിടിഞ്ഞാലും പുറത്തു വരില്ലാന്ന്. ആ രീതി തന്നെ അവനെ പൂട്ടുന്നുണ്ട്. പക എന്നോടും ആകാശേട്ടനോടാണ് തീർക്കുന്നെങ്കിൽ പോട്ടെ. പാവം അനുശ്രീയുടെ ജീവിതം തുലയ്ക്കാൻ നോക്കി. ഇനി കോടതി എങ്ങനെ അവനെ വെറുതെ വിട്ടാ ഞാൻ തീർക്കും അവനെ. കോടതിയിൽ അനുശ്രീയുടെ പെർഫോമൻസ് ഒന്ന് കാണണമായിരുന്നു മോളെ. എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അവള് പതറി പോവൂന്ന്. ചെന്നിറങ്ങിയപ്പോ അവളൊന്ന് പേടിച്ചു. പക്ഷെ കൂട്ടിക്കേറിയപ്പോഴേ അവള് ഡബിൾ സ്ട്രോങ് ആയിരുന്നു. കൃത്യം കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ കൊമ്പത്ത വക്കീലേ പഠിച്ച പണി 18 നോക്കി. എന്നിട്ടോ അനുശ്രീ പതറിയില്ല. അടുത്ത വാദത്തിനും അനുശ്രീ ഇതേപോലെ ശക്തമായിട്ട് കാര്യങ്ങൾ പറയും. അതോടെ നമ്മുടെ അലോകകുമാരന് ചപ്പാത്തിയും കൊഴുക്കട്ടയൊക്കെ ഫ്രീ ആയിട്ട് കഴിച്ചു തുടങ്ങാം. അല്ല, ആശാൻ ഇപ്പൊ തന്നെ ജീവൻ ഏതാണ്ട് പോയതുപോലെയാ. ഇതിപ്പോ ജയിലിൽ ആഹാരം കൊടുക്കാത്തതാണോ അതോ കഴിക്കാത്തതാണോ എന്നറിയില്ല. ആള് പകുതിയായി. ജയിലിലെ ജീപ്പിലാ കൊണ്ടുവന്നേ. ജയിലിലെ നല്ല ഇടി കിട്ടിയിട്ടുണ്ടാവും. സെലിലെ കൂടെ ഉള്ളവർ കൊടുക്കും. അങ്ങനെ ചില രീതികളൊക്കെ ഉണ്ടവിടെ. കൂട്ടി നിന്നതേ വാടി കുഴഞ്ഞോണ്ടാ. ജയിലിൽ തന്നെ മിക്കവാറും അവന്റെ കഥ കഴിയും. എനിക്ക് കേൾക്കണ്ട. അയ്യോ, തന്നെ കേൾപ്പിക്കാനല്ല, എന്റെ സന്തോഷത്തിനാ ഞാൻ ഈ പറയുന്നത്. അല്ല, താൻ കരയണോ? അവനെ ഓർത്തിട്ടുള്ള ദുഃഖം ഇതുവരെ തീർന്നില്ലേ? അല്ല, അന്ന് സങ്കടപ്പെട്ടതാണല്ലോ. എന്തേ? അവന്റെ അവസ്ഥകളൊക്കെ തന്റെ മനസ്സിൽ കയറിയോ? ഇല്ല ആര്യ, ഒരു ക്ഷീണം. ഞാൻ നേരത്തെ കിടക്കട്ടെ. എടോ, അല്ല, അങ്ങനെ അങ്ങ് ദുഃഖിച്ച് കിടക്കണ്ട. ഞാനൊന്ന് പറയട്ടെ. എഴുന്നേക്ക്. എഴുന്നേക്ക്. തന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞേ. എഴുന്നേക്ക്. അതൊന്നും അല്ല ആര്യ, എനിക്ക് ഉറക്കം വരുന്നു. അതൊന്നും പറ്റില്ല. എഴുന്നേക്ക്. ആര്യ, അതെ, തന്റെ സഹോദരൻ തെമ്മാടിത്തരം കാണിച്ചനെ ദേഷ്യം കാണിക്കേണ്ടത് എന്നോടല്ല. ഇതൊക്കെ പണ്ടേ അവനോട് കാണിച്ചിരുന്നെങ്കിലേ അവൻ എന്നെ നന്നായി പോയനെ. ആര്യ പ്ലീസ്, ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ അന്നും പറഞ്ഞു അവനോട് എനിക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ തന്നെയാ. പക്ഷെ സഹോദരങ്ങളെ ജനിച്ച് സഹോദരങ്ങളെ വളർന്നവരാ. അവൻ വഴിതെറ്റി. ശരി,
എനിക്ക് അന്നത്തെ ആ സ്നേഹം മനസ്സിൽ വന്നു പോയി. നേരത്തെ അപ്പച്ചിയും ജയിലിലെ കാര്യങ്ങൾ പറഞ്ഞു. അവനെ ജീപ്പിൽ കൊണ്ടുവന്നതും ജയിലിലിട്ട് ഇടിച്ചു കാണുമെന്നും ഒക്കെ. കാര്യം പറഞ്ഞപ്പോ എന്റെ മനസ്സങ്ങ് വിങ്ങി. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോ ഞങ്ങള് കള്ളനും പോലീസും കളിക്കും. അതൊക്കെ ഓർമ്മിച്ചു. ശരി, പോട്ടെ. നമുക്ക് ഈ വർത്താനം ഇവിടെ നിർത്താം. ആര്യ, ഞാൻ അവനെ ന്യായീകരിച്ചതല്ല. അങ്ങനെ ആരും വിചാരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടോ. തങ്കിടന്നോ, ഉറങ്ങിക്കോ. നമുക്ക് നാളെ സംസാരിക്കാം. ആ, പിന്നെ നാളെ ഓടാൻ പോണം. ഒരു ഹാഫ് ഡേ പ്രാക്ടീസ്. ശരി, ഗുഡ് നൈറ്റ്. ധർമ്മ, ആ, നിനക്കറിയാലോ 15-ാം തീയതി എന്റെ മോൻ പുറത്തിറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാലേ കള്ളക്കേസിൽ അവനെ കുടുക്കിയവർക്കൊക്കെ ഒരു പണി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഏട്ടാ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നീ ആരെയാടാ ഈ പേടിക്കുന്നത്? ഇത് കൃഷ്ണമംഗലത്തിന്റെ മുറ്റോ? നിന്നെ ആട്ടി ഓടിച്ചവർ ഇങ്ങോട്ട് വരില്ല. അഥവാ വന്ന തിരികെ പോകുന്നത് കാലുകളില്ലാതെ ആയിരിക്കും. നീ ആരെയാടാ ഈ പേടിക്കുന്നത്? ഇത് കൃഷ്ണമംഗലത്തിന്റെ മുറ്റോ? നിന്നെ ആട്ടി ഓടിച്ചവർ ഇങ്ങോട്ട് വരില്ല. അഥവാ വന്ന തിരികെ പോകുന്നത് കാലുകളില്ലാതെ ആയിരിക്കും. ഏട്ടാ വന്നേ. വിറ. അലോകിന്റെ ഭാര്യ എന്നും പറഞ്ഞ് ഒരുത്തി ഇവിടെ കയറി വന്നു. വീടിനെ ആകെ കുട്ടിച്ചോറാക്കിയിട്ടാ ഇവിടുന്ന് പോയത്. എന്നിട്ട് വാദി പ്രതിയായതുപോലെ അലോകിനെതിരെ കേസും. അവൾ ഇന്നലെ കോടതിയിലെ പച്ച കള്ളങ്ങളാ വിളിച്ചു പറഞ്ഞത്. എന്തായാലും 15-ാം തീയതി എന്റെ വക്കീൽ അവളെ പൂട്ടും. ആലോകൊന്ന് പുറത്തിറങ്ങട്ടെ, പിന്നെയാണ് കളി കാണാൻ പോകുന്നേ. എന്റെ മോനെ ജയിലിൽ കയറ്റിയ പെണ്ണ് പിന്നെ ജീവനോടെ ഇരിക്കില്ല. അച്യുതാ, ഭീരുക്കളെ ഇങ്ങനെ വളച്ചു കെട്ടി വെല്ലുവിളിയൊക്കെ നടത്തുന്നത്. അലോക് ജയിലിൽ നിന്ന് ഇറങ്ങിയ എന്റെ മോളെ തീർത്ത് കളയുന്നല്ലേ നീ ഉദ്ദേശിക്കുന്നേ? എടാ, അത് നടക്കാൻ പോകുന്നില്ല. ഒന്നാമത് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങില്ല. കേസ് ഞങ്ങളാ ജയിക്കാൻ പോകുന്നേ. എടാ, സത്യം ഞങ്ങളുടെ ഭാഗത്താ. ആ, പിന്നെ ഇനി അനുശ്രീയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണമെങ്കിൽ ആദ്യം ഗോമതി സ്റ്റോർ ബാലൻ ഇല്ലാതാവണം. എടാ, നീ എന്നെ തോൽപ്പിക്കണമെന്ന്. പക്ഷെ എന്നോട് ജയിക്കാൻ നിന്റെ ഈ തടി തീരെ പോരടാച്ചതാ. എന്താണ് നീ പറഞ്ഞത്? എടാ, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റൂലെന്ന് സംശയം ഉണ്ടെങ്കിൽ വാടാ. അതെ, 15-ാം തീയതിയിലേക്കും 16-ാം തീയതിയിലേക്കും നീട്ടി വെക്കണ്ട. ഇപ്പോ ഇവിടെ വെച്ച് തന്നെ തെളിയിച്ചു തരാം. വാടാ, വാ ഇങ്ങോട്ട്. ഞാൻ പറയുന്ന കേക്ക്. എടാ, നീ തനിച്ചു വരണ്ട. നിന്റെ അനിയനെയും ഏട്ടനെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവാ. ഈ ബാലൻ ഒറ്റയ്ക്ക് മതിയടാ. വാടാ. എന്നാ വരടാ. ഏട്ടാ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. അനുശ്രീ എന്നല്ല, ദേവമംഗലത്തെ ഒരാളെയും നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഏട്ടാ, ഇവിടെ കാവലായി നിൽക്കുന്നതേ ഗോമതി സ്റ്റോർ ബാലനാ. വാടാ. എന്നാ നീ കേട്ടോടാ, ഗോമതി സ്റ്റോർ ബാല. ഈ അച്യുതൻ ഗോമതി സ്റ്റോർ ബാലന മാത്രമല്ല, നിന്റെ ഗോമതി സ്റ്റോറും പൂട്ടിക്കും. ധർമ്മ, എന്റെ മോൻ ഇറങ്ങിക്കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളില് നിന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യും.
ഏട്ടാ ഏട്ടൻ ഈ കാണിച്ചത് മോശമായിപ്പോയി. വീട്ടിന്റെ മുറ്റത്ത് കിടന്നുള്ള ഈ വെല്ലുവിളിയും ബഹളമൊക്കെ നിർത്തണം. നീ എന്നെ പഠിപ്പിക്കണ്ട. കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആലോക് പുറത്തിറങ്ങിയ അനുശ്രീ ഒരു പാഠം പഠിപ്പിക്കും. നിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവും നടത്തും. അതോടെ പാലം വീഴും. ഹാ. എടാ, എന്റെ മോനൊന്ന് പുറത്തു വന്നോട്ടെ. കരയാതെ. എന്നെ കാണാൻ നീ വരരുതായിരുന്നു. ആര്യൻ അറിഞ്ഞിട്ടാണോ നീ വന്നത്? അറിഞ്ഞിട്ടില്ലല്ലേ? അങ്ങനെയെങ്കിൽ നീ വരരുതായിരുന്നു മിത്രേ. ആര്യൻ എന്നോട് പകയുണ്ട്. പക്ഷെ അതിനവനെ കുറ്റപ്പെടുത്തുന്നില്ല. നീ കരുതും ശാന്തനായി സംസാരിക്കുന്നത് എൻ്റെ ഒരു അടവാണെന്ന്. അല്ല, ജയിൽ എന്നെ വേറൊരാളാക്കി മാറ്റിക്കളഞ്ഞു. ഞാൻ വേദനിപ്പിച്ചവരെ കുറിച്ചുള്ള ഓർമ്മകളാ ഇവിടെ ഇപ്പൊ എനിക്ക് കൂട്ട്. ജീവിതത്തിൽ ഒരിക്കലും നിന്റെ മുഖത്ത് നോക്കരുതെന്നാ ഞാൻ കരുതിയിരുന്നെ. പക്ഷെ സാധിച്ചില്ല. ബന്ധങ്ങളുടെ ഒരു ശക്തിയാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മുടെ കുഞ്ഞുനാളിലെ സ്നേഹവും സന്തോഷവും ഒക്കെ ഞാൻ ഓർക്കാറുണ്ട്. അന്നത്തെ ആ നീ എങ്ങനെയാ ഈ രീതിയിൽ മാറിപ്പോയത്? നീ ചോദിച്ചില്ലേ ആര്യൻ അറിഞ്ഞിട്ടാണോ ഞാൻ വന്നതെന്ന്? അല്ല, ആര്യൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല. ആര്യനോട് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു കാര്യം ഞാൻ മറച്ചു വെക്കുന്ന. അപ്പൊ തന്നെ നിനക്ക് ഊഹിക്കാലോ നിന്നെ കാണുക എന്നുള്ളത് എനിക്ക് അത്ര അത്യാവശ്യമായിരുന്നു എന്ന്. അലോകെ, ഞാൻ കാല് പിടിച്ച് പറയുക, നീ പുതിയൊരു മനുഷ്യനായിട്ട് വേണം ജയിലിൽ നിന്ന് ഇറങ്ങാൻ. നോക്ക്, നിന്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ജീവിതം നീ ഇല്ലാതാക്കി കളയരുത്. എത്ര നല്ല കുട്ടിയാടാ അനുശ്രീ. ഈ സംഭവം അവളെ എന്തുമാത്രം ഒലിച്ചു കളഞ്ഞെന്നറിയോ? അവളെ മാത്രല്ല, ദേവമംഗലത്തെ എല്ലാവരും ഉലഞ്ഞു പോയി. ഏതൊരച്ഛനും ചെയ്യുന്നത് അവിടെ അങ്കിളും ചെയ്തുള്ളൂ. പോലീസിൽ അറിയിക്കുക. കഴിഞ്ഞു പോയതിന്റെ പേരിൽ ദേവമംഗലത്ത് ആരോടും നീ വിരോധം വെച്ച് പുലർത്തരുത്. അച്യുതൻ കൊച്ചനോട് പറയണം. അവിടെയുള്ളവരെ, അതായത് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്കാൻ. നീ ആദ്യം പറഞ്ഞതൊക്കെ വാസ്തവാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക. എന്തായാലും ആ വാക്കുകൾ എന്നെ സന്തോഷിപ്പിച്ചു. നീ ജയിലിലോട്ട് വന്നത് നന്നായെന്ന് പോലും എനിക്കിപ്പോ തോന്നുക. നോക്ക്, നീ ജയിലിലായതിന്റെ ഒരു പക അച്യുതൻ കൊച്ചനുണ്ട്. അതില്ലാതാക്കാൻ നിന്നെ കൊണ്ടേ സാധിക്കും. നീ പേടിക്കണ്ട. എന്റെ ഭാഗത്തുനിന്ന് ഇനി ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. പിന്നെ അച്ഛന് ദേഷ്യം കാണും. അച്ഛന്മാരല്ലേ, അവർക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവില്ലേ?
അത് കൈവിട്ടു പോകുമ്പോ ചൂടാവാറില്ലേ? ഏതായാലും ഞാൻ പറയാം. മിത്രേ, നീ എന്നെ കാണാൻ വന്നതില് എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്റെ മനസ്സിലൊരു തെളിച്ചം. ഇതിനകത്ത് കഴിയാൻ എനിക്ക് ഈ വെളിച്ചം മതി. എന്തൊരു അബദ്ധവും ഇത്ര നീ കാണിച്ചത്. എനിക്കറിയില്ല ചേച്ചി. അവനെ ജീപ്പിൽ കൊണ്ടുപോയത് മുതല് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ജയിലിലെ കാര്യങ്ങളും കൂടി കേട്ടപ്പോ സങ്കടം പൂർണ്ണമായി. അതൊക്കെ ശരി, പക്ഷെ നീ ചെയ്തൊക്കെ കേട്ടിട്ടിപ്പോ വല്ലാണ്ടായിപ്പോയി മിത്രേ. എന്റെ അഭിപ്രായം ഞാൻ പറയാം. അലോകിനെ കാണാൻ ഒരിക്കലും നീ പോവരുതായിരുന്നു. ജയിലിൽ പോയിട്ട് അലോകിനെ കാണുക എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മിത്രേ. എങ്ങനെ നിനക്ക് ഇത്ര ധൈര്യം കിട്ടിയേ? പോകുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ചേച്ചി, ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. തെറ്റും ശരിയൊന്നും എന്റെ മനസ്സിലേക്ക് വന്നില്ല. എനിക്കറിയാം ആര്യന്റെ വലിയ ശത്രു അലോക്. ആര്യന്റെ മാത്രോ? എന്റെയും നിന്റെയും ഒക്കെ ശത്രുവാ. ഈ വീടിന്റെ തന്നെ ശത്രുവാ. മോളെ, നമ്മുടെ ദേവിയടത്തിയുടെ കുഞ്ഞിനെ കൊന്നത് അവനാ. അന്ന് അവൻ ഏട്ടത്തിയെ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നൊരു കുഞ്ഞിക്കാല് ദേവമംഗലത്ത് ഓടിക്കളിക്കുമായിരുന്നു. അനുശ്രീയോട് അവൻ കാണിച്ചതിന് ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാൻ പറ്റുമോ? ഓഫീസിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കൈക്കൂലി കേസിൽ കൊടുക്കാൻ നോക്കി. വേണ്ട. ഇവിടെ നമ്മുടെ അമ്മ കൃഷ്ണമംഗലത്തായിരുന്നപ്പോ അമ്മയോട് എന്തൊക്കെ ക്രൂരതകൾ അവൻ ചെയ്തു. ചേച്ചി പ്ലീസ് ഒന്നും പറയല്ലേ. എന്റെ മനസ്സ് പിടിവിട്ട് പോയ അവസ്ഥയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ജയിലിൽ പോകാനുള്ള ശക്തിയൊക്കെ എങ്ങനെയോ എവിടുന്നോ കിട്ടി. അതൊന്നും എനിക്കറിയില്ല. അങ്ങ് പോയി, അത്ര തന്നെ. കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ആര്യനിതറിഞ്ഞ പകർന്നു പോവും. ഇനി നീ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ ആര്യനോടെല്ലാം തുറന്നു പറയണം. ഇന്ന് രാത്രി തന്നെ ഒക്കെ തുറന്നു പറയാൻ ചേച്ചി. ആഹാ, ദേ അനിയത്തിയും ചേച്ചിയും വർത്താനം പറഞ്ഞു തീർന്നില്ലേ? ആര്യം വന്നല്ലോ. നീ ഗ്രൗണ്ടിൽ പോകുന്നില്ലേ? ആര്യം വന്നോ? ആ, വണ്ടി വന്ന ശബ്ദം കേട്ടു. മിത്രേ, നീ എന്നാ ചെന്ന് എക്സസൈസ് ചെയ്യ്. എന്നിട്ട് പെട്ടെന്ന് പോലീസായിട്ട് വാ. എന്നിട്ട് വേണം നമ്മുടെ അമ്മായിയമ്മയെ ഒരു പാഠം പഠിപ്പിക്കാൻ. പിന്നെ പോലീസല്ല പട്ടാളം വന്നാലുവേ ഈ ഗോമതിയെ തൊടാൻ പറ്റില്ല. ഗോമതിയോട് മുട്ടാൻ വന്നാലേ ചോദിക്കാൻ ഗോമതി സ്റ്റോർ ബാലൻ ഇറങ്ങും. അത് പൊളിച്ചു. മോളെ, നീ എന്താ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല. അല്ല, ഓരോ പ്രശ്നങ്ങൾ നടക്കല്ലേ. ജയില്, കോടതി, പോലീസ്. അതിന്റെ ഒരു വിഷമായിരിക്കും. നീ ചെല്ലുമിത്രേ, ആരും റെഡിയായി കാണും. മോളെ, ഒരു പേടിയും വേണ്ട. അടുത്ത വാദത്തോടെ ശിക്ഷ കിട്ടി അലോക് എന്നേക്കുമായി ജയിലിലാവും. അതുകൊണ്ട് മോള് ഉത്സാഹത്തോടെ ഇരിക്കെ. മോള് പോലീസായിട്ട് വന്നിട്ട് വേണം എനിക്കൊരു സല്യൂട്ട് അടിക്കാൻ. അമ്മ മാത്രമല്ല, ഞാനും അടിക്കും വിശാലമായൊരു സല്യൂട്ട്. മിത്രയ്ക്ക് വേറെന്തോ ഒരു വിഷമം മനസ്സിലുണ്ട്.
എന്തുപറ്റി? ഒന്നുമില്ല. തനിക്ക് എന്തോ ഒരു ഉഷാറില്ലായ്മയുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏയ് അങ്ങനെയല്ല, എന്തോ ഉണ്ട്. 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തന്റെ മൈൻഡ് ഫുൾ ഔട്ടാ. എന്തുപറ്റി? അതൊക്കെ ആര്യന് വെറുതെ തോന്നുന്നതാ. ഞാൻ ഓക്കെയാ. പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും തനിക്കൊരു ഉഷാറില്ലായ്മയുണ്ട്. എന്നാ പിന്നെ ഞാനും കൂടെ റെഡി. ആലോകിന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തൊരു വൃത്തി കിട്ടാവനവൻ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അവനെ ഞാൻ ചവിട്ടി എല്ലൊടിക്കും. ആര്യ, എന്താ? ഞാനതിന് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. റാസ്കൽ, ഇപ്പൊ ജയിലിൽ കിടന്നവൻ സുഖിക്കായിരിക്കും. അവനവിടെ ഒരു സുഖവും ഇല്ല. ആരെന്നറിയോ, അവനെ കണ്ടാ തന്നെ പാവം തോന്നും. അവനെ കണ്ട പാവം തോന്നുന്നു തനിക്കെങ്ങനെ അറിയാം? ചോദിച്ച കേട്ടില്ലേ? അറിയാം. അവന്റെ അവസ്ഥ തനിക്ക് എങ്ങനെ അറിയാമെന്ന് പറയേ. സോറി. മോളെന്തിനാ സോറി പറയുന്നത്? അവൻ ആ പ്ലേറ്റ് മാറ്റിയതുകൊണ്ടല്ലേ. ആര്യ, നിനക്ക് എന്താ പറ്റിയത്? ആര്യ, ഞാനും നന്ദിതയും കൂടി ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു. ഞങ്ങൾ നാളെ മിത്രയെ ചെന്ന് വിളിക്കും. അവസാനം ഏട്ടന്റെ തലയിൽ വെളിച്ചം കയറി. ഞങ്ങളിത് എന്നേ പറയുന്നത്.